ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മത്സരം. രാത്രി 7:30 മത്സരം. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയാം. കാരണം തുടരെ 2 തോൽവികൾ ഏറ്റുവാങ്ങിയതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് വരണമെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ജയിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ജയിച്ചാലാണ് പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വളരെ തീവാറും എന്ന് തന്നെ എടുത്ത് പറയേണ്ടത്. പിന്നീട് എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേയിങ് 11 തന്നെയാണ്. ഓപ്പണിംഗ് ആയിട്ട് പതിവ് പോലെ തന്നെ സഞ്ജു വി സാംസണും ജയ്സ്വാളും ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആദ്യത്തെ 6 ഓവറിൽ മികച്ച തുടക്കം ഇവർക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രാജസ്ഥാനെ വലിയ രീതിയിൽ ബാറ്റിംഗ് ലൈനപ്പിനെ ബാധിക്കുമെന്ന് നമുക്ക് കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടറിഞ്ഞതാണ്. പിന്നീട് നമ്പർ 3 വരുന്നത് നിതീഷ് റാനക്ക് ഇന്നൊരു മാറ്റമുണ്ടാവും. കാരണം നിതീഷ് റാനനെ മാറ്റാൻ ഇന്ന് ചാൻസ് ഉണ്ട്. കാരണം തുടരെ 2 പരാജയങ്ങളാണ് നിതീഷ് റാന കഴിഞ്ഞ 2 മത്സരങ്ങളിലും നടത്തുന്നത്. അതിലുപരിയൊക്കെ ഉള്ളിലും നിതീഷ് റാന കളിക്കുമ്പോൾ വളരെ ഫോം ഔട്ട് തന്നെയാണെന്ന് പറയാം. അപ്പോൾ നമ്പർ 3 പൊസിഷനിൽ വരാൻ പോകുന്നത് ശുഭൻ ഡൂബെ അല്ലെങ്കിൽ കുനാൽ രാഥോർ ആയിരിക്കും. പിന്നീട് എടുത്തു പറയുന്നത് നമ്പർ 4 നമ്പർ 4 ഹെറ്റ്മേറിന് സ്ഥാനക്കയറ്റം കൊടുക്കണം എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ നമ്പർ 3 ഹെറ്റ്മേറിന് കൊടുത്താൽ ഹെറ്റ്മേറെ പോലത്തെ ഒരു പ്ലെയറിന് നല്ല ലോങ് ഇന്നിങ്സ് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ റൺ റേറ്റും വളരെ വർദ്ധിപ്പിക്കാനും കഴിയും. ഒരു 100 അടിക്കാൻ കേപ്പബിൾ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസിനായിട്ട് കളിക്കുമ്പോൾ തന്നെ മികച്ച രീതിയിലാണ് നമ്പർ 4 ഹെറ്റ്മേർ കളിക്കുന്നത്. പിന്നീട് അടുത്തതായിട്ട് റയാൻ പരാഗാണ് നമ്പർ 4 വരുന്നത്. റയാൻ പരാഗ് നല്ല രീതിയിലുള്ള ഫോമിലേക്കാണ് ക്യാപ്റ്റൻസി കിട്ടിയതോടുകൂടി തന്നെ ഫോം ഔട്ടായ എന്ന ഒരു വർത്തമാനമുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ റയാൻ പരാഗ് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ധ്രുവജൂൽ വളരെ വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം വരാൻ പോകുന്നത് ശുഭൻ ഡൂംബെ ആയിരിക്കും. ശുഭൻ ഡൂംബെ ഒരു 6ാം സ്ഥാനത്ത് ഫിനിഷർ റോളിലാണ് അറിയാൻ പോണത്. പിന്നീട് ആർച്ചർ എന്തായാലും ഇന്ന് പ്ലേയിങ് 11 കളിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ കളിയിൽ മികച്ച രീതിയിൽ തുടക്കം പന്തെറിയാൻ സാധിച്ചു എങ്കിൽ അടികൊണ്ട് അതുപോലത്തെ തന്നെ ബാറ്റ് ചെയ്യാനും സാധിച്ചു എന്നാണ് ഏറ്റവും വലിയ സവിശേഷത. കുറഞ്ഞ ബോളിൽ ഏകദേശം 6-8 ബോളിൽ നിന്ന് 10-20 റൺ അടിക്കാൻ ആർച്ചർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആർച്ചറെ മാറ്റാൻ സാധ്യത വളരെ കുറവാണ്. ഏകദേശം 2 ഓവറെങ്കിലും ആർച്ചർക്ക് കൊടുക്കും. ബാറ്റിംഗിൽ കുറച്ചും കൂടി ടോപ്പ് ഓവറിൽ ആർച്ചർ കളിക്കുകയാണെങ്കിൽ തന്നെ രാജസ്ഥാന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും. പിന്നീട് എടുത്ത് പറഞ്ഞ രാജസ്ഥാന്റെ ബൗളിംഗ് നിരയിലോട്ടാണ്. ഓപ്പണിംഗ് ബൗളിംഗ് രാജസ്ഥാനിൽ ആർച്ചറെ മാറ്റിയിട്ട് തുഷാർ ദേശ്പാണ്ഡെയും സന്ദീപ് ശർമ്മയും എറിയുന്നതാണ് രാജസ്ഥാന് നല്ലത്. കാരണം എക്കണോമിക്കലി റണ്ണ് കുറച്ച് കൊടുക്കുന്ന ബൗളറാണ് സന്ദീപ് ശർമ്മ. അതിലൊരു വിക്കറ്റ് ടേക്കറാണ് തുഷാർ ദേശ്പാണ്ഡെ. അപ്പോൾ ഈ 2 കോമ്പിനേഷൻ ആയിട്ട് 6 ഓവർ പവർ പ്ലേയിൽ രാജസ്ഥാൻ തുടക്കം വിക്കറ്റ് നൽകാൻ തന്നെ സാധിച്ചേക്കും. പിന്നീട് മിഡിൽ ഓവറിൽ തീക്ഷണയും അസരംഗയും തമ്മിലറിയാം. പിന്നീട് ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വരികയാണെങ്കിൽ തന്നെ കുമാർ കാർത്തിക നല്ല രീതിയിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ്. അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് രാജസ്ഥാന് വളരെ ഗുണം തന്നെയാണ്. പിന്നീട് നമ്മുടെ ആർച്ചർ, തുഷാർ ദേശ്പാണ്ഡെ, സന്ദീപ് ശർമ്മ, തീക്ഷണ, ഹസരംഗ ഈ ഒരു കോമ്പിനേഷനായിരിക്കും രാജസ്ഥാൻ്റെ ബോളിംഗ്. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് പറയുന്നത് സെയിം 11 തന്നെ ആവാനാണ് ചാൻസ്. പിന്നീട് എടുത്തു പറയേണ്ടത് MS ധോണിനെ കുറിച്ചുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം ബാറ്റിങ്ങിൽ ടോപ്പ് ഓർഡറിലോട്ട് വരേണ്ടത് MS ധോണിക്ക് വളരെ അഭികാമ്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളുണ്ട്. MS ധോണി ബാറ്റിംഗ് ഓർഡറിൽ താഴോട്ടാണ് പോകുന്നത് എന്നതിൽ കോൺഫിഡൻസ് ഇല്ലായ്മയാണോ ഇതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അത് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. കാരണം കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ധോണി താഴോട്ട് ബാറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം അടിപൊളിയായിട്ട് രാജസ്ഥാൻ റോയൽസ് ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ.